നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷീല കുരാക്ക. വിവാദമായ പാഠപുസ്തകത്തിന്റെ വിതരണം NCERT മരവിപ്പിച്ചു. സിം ബൈൻഡിംഗ് കമ്പനികൾക്ക് നൽകിയ സമയപരിധി ശനിയാഴ്ച തീരും. UK-യിലെത്തുന്ന ഇന്ത്യൻ സന്ദർശകർക്ക് വിസ നിർബന്ധമാക്കി. ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ. തിരനോട്ടം നായകൻ KP ഗോപകുമാർ അന്തരിച്ചു. ഹില്ലി അക്വ ഇനി ബയോഡീഗ്രേഡബിൾ കുപ്പികളിൽ. വാർത്തകൾ വിശദമായി. വിവാദമായ പാഠപുസ്തകത്തിന്റെ വിതരണം NCERT മരവിപ്പിച്ചു. NCERT 8ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ കോടതി സംവിധാനത്തിലെ അഴിമതി സംബന്ധിച്ച ഭാഗം ഉൾപ്പെടുത്തിയതിൽ സുപ്രീംകോടതി കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. കോടതികളെ അപകീർത്തിപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയതായും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. 8ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിൻ്റെ 2ാം ഭാഗം തിങ്കളാഴ്ചയാണ് പ്രസിദ്ധീകരിച്ചത്. എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് എന്ന പുസ്തകത്തിൽ ദ റോൾ ഓഫ് ദ ജുഡീഷ്യറി ഇൻ അവർ സൊസൈറ്റി എന്ന അധ്യായത്തിലാണ് നീതിന്യായ വ്യവസ്ഥയിലെ ക്രമക്കേടുകൾ വിവരിക്കുന്നത്. അതിനിടെ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ച NCERT മതിയായ തിരുത്തലുകൾ വരുത്തി അടുത്ത അധ്യയന വർഷം പുസ്തകം ലഭ്യമാക്കുമെന്ന് അറിയിച്ചു. പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഈ വർഷമാണ് 8ാം ക്ലാസ്സിൽ പുതിയ പുസ്തകം അവതരിപ്പിച്ചത്. പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം നേരത്തെ ലഭ്യമാക്കിയിരുന്നു. അധ്യയന വർഷം തീരാനിരിക്കെ പുസ്തകം പിൻവലിക്കേണ്ടി വന്നതോടെ വിദ്യാർത്ഥികൾ ആദ്യ ഭാഗം പഠിച്ച് പരീക്ഷ എഴുതേണ്ടി വരും. സിം ബൈൻഡിംഗ് കമ്പനികൾക്ക് നൽകിയ സമയപരിധി ശനിയാഴ്ച തീരും. ഫോണിലെ സിം ഊരിമാറ്റിയാൽ വാട്സപ്പും ടെലിഗ്രാമും പോലുള്ള മെസ്സേജിംഗ് ആപ്പുകൾ പ്രവർത്തിക്കാത്ത സംവിധാനം ശനിയാഴ്ചക്കകം പ്രാബല്യത്തിൽ വന്നേക്കും. ചട്ടം പാലിക്കാനായി 3 മാസ സമയമാണ് കമ്പനികൾക്ക് നൽകിയിരുന്നത്. കാലാവധി നീട്ടില്ലെന്നും മാർഗരേഖയിൽ ഒരു മാറ്റവും ആലോചിക്കുന്നില്ലെന്നും കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കി. നിലവിൽ വാട്സപ്പ് പോലുള്ള ആപ്പുകളിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ സിം വെരിഫിക്കേഷൻ ആവശ്യമാണെങ്കിലും തുടർന്ന് ഉപയോഗിക്കാൻ അതേ സിം ആവശ്യമില്ല. ഇത് തട്ടിപ്പുകൾക്കും കുറ്റകൃത്യങ്ങൾക്കും കാരണമാകുന്നതായാണ് സർക്കാരിൻ്റെ വാദം. പുതിയ ചട്ടമനുസരിച്ച് വാട്സപ്പ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ സഹായിക്കുന്ന വാട്സപ്പ് വെബ് പോലുള്ള വെബ് വേർഷനുകൾ ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും തനിയെ ലോഗൌട്ട് ആകണം. പിന്നീട് ആപ്പുള്ള ഫോണിൽ നിന്നും QR കോഡ് സ്കാൻ ചെയ്ത് ലോഗിൻ ചെയ്യണം. UK-യിലെത്തുന്ന ഇന്ത്യൻ സന്ദർശകർക്ക് വിസ നിർബന്ധമാക്കി. പാസ്പോർട്ടിലെ വിസ സ്റ്റിക്കറുകൾക്ക് പകരമാണ് ഇലക്ട്രോണിക് വിസ. കടലാസ് വിസ സ്വീകരിക്കുന്നത് ഇന്നലെയോടെ അവസാനിപ്പിച്ചു. വിസ ഇല്ലാത്തവരെ വിമാനത്തിൽ കയറ്റില്ല. വിസ ആണെങ്കിലും ബയോമെട്രിക് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷാ കേന്ദ്രം സന്ദർശിക്കണം. മറ്റ് നടപടിക്രമങ്ങളെല്ലാം ലളിതമാക്കി. പാസ്പോർട്ട് അന്ന് തന്നെ തിരിച്ചു കിട്ടും. വിസ നടപടിക്രമങ്ങൾക്ക് 15 ദിവസമെടുക്കും. അപേക്ഷ അംഗീകരിച്ചാൽ ഇമെയിലിൽ അറിയിപ്പ് ലഭിക്കും. തുടർന്ന് UK വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം. ഇതുപയോഗിച്ചാണ് വിസ ഡൗൺലോഡ് ചെയ്യേണ്ടത്. നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യാത്തതും തിരിമറി ഇല്ലാത്തതുമായ വിസ പൂർണ്ണമാകുന്നതോടെ UK-യിലേക്കുള്ള യാത്ര സുഗമമാകുമെന്ന് കുടിയേറ്റ പൗരത്വ മന്ത്രി മൈക്ക് ടാപ്പ് പറഞ്ഞു. വിസാരഹിത യാത്ര അനുവദിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ഉണ്ടായിരിക്കണം. ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പരീക്ഷണയോട്ടം ഹരിയാനയിലെ ജിന്ദിൽ ആരംഭിച്ചു. ജിന്ദ് മുതൽ സോണിപത്ത് വരെയുള്ള 90 കിലോമീറ്റർ പാതയിലാണ് പരീക്ഷണയോട്ടം നടത്തിയത്. എഞ്ചിൻ്റെ വേഗം, ബ്രേക്ക് സംവിധാനം, ഇന്ധന ഉപയോഗം, സുരക്ഷാ മാനദണ്ഡങ്ങൾ, ട്രാക്ക് സിഗ്നലിംഗ് സംവിധാനങ്ങൾ എന്നിവയാണ് പരീക്ഷണയോട്ടത്തിൽ നിരീക്ഷിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ കുറഞ്ഞ അളവിൽ ഹൈഡ്രജൻ വാതകം മാത്രം നിറച്ചാണ് ആദ്യ ഓട്ടം നടത്തിയത്. തദ്ദേശീയമായി വികസിപ്പിച്ച ട്രെയിനിൻ്റെ പരീക്ഷണയോട്ടം വരും ദിവസങ്ങളിലും തുടരുമെന്ന് റെയിൽവേ അറിയിച്ചു. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഹൈഡ്രജൻ എഞ്ചിൻ വികസിപ്പിച്ചത്. മണിക്കൂറിൽ പരമാവധി 150 കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിൻ സഞ്ചരിക്കുക. ലോകത്ത് ആകെ 5 രാജ്യങ്ങളിൽ മാത്രമാണ് നിലവിൽ ഹൈഡ്രജൻ ട്രെയിൻ സർവീസുള്ളത്. തിരനോട്ടം നായകൻ KP ഗോപകുമാർ അന്തരിച്ചു. നടൻ മോഹൻലാലിൻ്റെ അരങ്ങേറ്റ ചിത്രമായ തിരനോട്ടത്തിൽ നായകനായിരുന്ന പടിഞ്ഞാറേക്കോട്ട പുന്നപ്പുരം കൃഷ്ണൻ കോവിൽ ജംഗ്ഷൻ TC 83 അഡ്വക്കേറ്റ് KP ഗോപകുമാർ അന്തരിച്ചു. അഭിഭാഷകനായ ഗോപകുമാർ 10 വർഷത്തോളം രവിപിള്ള ഗ്രൂപ്പിൻ്റെ ലീഗൽ അഡ്വൈസറായിരുന്നു. ഭാര്യ ഗീത മേനോൻ. ഹില്ലി അക്വ ഇനി ബയോഡീഗ്രേഡബിൾ കുപ്പികളിൽ. ജലവിഭവ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഹില്ലി അക്വ ബയോഡീഗ്രേഡബിൾ കുപ്പികളിൽ ശുദ്ധജലം പുറത്തിറക്കി. പ്രാരംഭഘട്ടമായി 300 മില്ലി കുപ്പികളിലാണ് വെള്ളം പുറത്തിറക്കിയത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഹില്ലി അക്വയുടെ ബയോഡീഗ്രേഡബിൾ കുപ്പികൾ കരിമ്പ്, ചോളം പോലുള്ളവയുടെ അന്നജത്തിൽ നിന്നുള്ള പോളി ലാക്റ്റിക് ആസിഡ് പ്രീ ഫോമുകൾ ഉപയോഗിച്ചാണ്
വെച്ചാണ് നിർമ്മിക്കുന്നത്. സുതാര്യവും ഭാരം കുറഞ്ഞതുമായ ഈ കുപ്പികൾ വ്യാവസായിക സൗകര്യങ്ങളിൽ കൃത്യമായ താപനിലയിലും ഈർപ്പത്തിലും കമ്പോസ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ കുപ്പികൾ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നില്ല. കൊച്ചി ആസ്ഥാനമായുള്ള എയ്ഡ് സ്പെഷ്യലിസ്റ്റ് സർവീസസ് എന്ന സ്റ്റാർട്ടപ്പാണ് ബയോഡീഗ്രേഡബിൾ പ്രീ ഫോമുകൾ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്നത്. KIIDC CEO S. തിലകൻ അധ്യക്ഷത വഹിച്ചു. ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കുള, ഹില്ലി അക്വ ജനറൽ മാനേജർ V. സജി, മാർക്കറ്റിംഗ് മാനേജർ അഖിൻ രാജ് എന്നിവർ പ്രസംഗിച്ചു. 300 മില്ലി ലിറ്ററിന് 18 രൂപയാണ് വില. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വീണ്ടും കാണാം.